പ്രിയപ്പെട്ടവരെ, കവിത സംസാരിക്കട്ടെ. 3 ചെറിയ കവിതകൾ വായിക്കാം. ആദ്യ കവിതയുടെ പേര് രാമൻ രാമായണം. രാമനെ ആദ്യം കാണുന്നത് കൂട്ടുകാരൻ്റെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലാണ്. കൂടെ ഒരു പെണ്ണുമുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഭാര്യയാണെന്ന് പറഞ്ഞു. അവളുടെ ഉടുപ്പിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൻ കൂർത്ത ഒരമ്പ് പോലെ നിന്ന് നോക്കുന്നവരെയൊക്കെ വിരട്ടിക്കൊണ്ടിരുന്നു. 2, നല്ല ഭരണാധികാരികൾ വരുമ്പോൾ ജനം ഒന്നിനും കൊള്ളാത്തവരാവും. പക്ഷെ ജനങ്ങളോടത് പറയരുത്. എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തല്ലിക്കൊല്ലുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നല്ല ഭരണാധികാരികൾ വരുമ്പോൾ ജനങ്ങൾ തീർത്തും അനാവശ്യമാണ്. 3, രാവണന്റെ 10 തലയും 10 ആയിരുന്നു. 1-ാം തല ഗീത പറയും, 2-ാം തല കാമസൂത്രം ഓർക്കും, 3-ാം തല മൂലധനം തിരയും, 4-ാം തല ഐഫോൺ സ്വപ്നം കാണും, 5-ാം തല കട്ടൻ ചായ ആഗ്രഹിക്കും, 6-ാം തല സ്വിഗ്ഗി ഇൻസ്റ്റാൾ ചെയ്യും, 7-ാം തല വിധേയൻ കാണും, 8-ാം തല എലിപ്പത്തായത്തിൽ കുടുങ്ങും, 9-ാം തല 18-ാം പടി കയറി തുടങ്ങും, 10-ാം തല പെണ്ണുങ്ങളെ തടയും. 10 തലയ്ക്ക് പകരമാവില്ല ഒറ്റ എന്ന് നടിക്കുന്ന ഏത് തലയും. 4, ഒറ്റുന്നതിൻ്റെ ആനന്ദം രാമൻ. രാമന്റെ 10 തലയുള്ള ബുദ്ധി രാവണൻ. പുറത്തു നിൽക്കുന്നവരുടെ കണ്ണീര് സീത. കൂട്ടുകിടക്കുന്ന അവിശ്വാസം ലക്ഷ്മണൻ. ഏത് വീട്ടിലെയും അടുക്കള പുക അയോധ്യ. 5, ഒരു കുട്ടിക്കും ദയവ് ചെയ്ത് രാമൻ എന്ന് പേരിടരുത്. അവന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ എന്തിന് മറ്റുള്ളവർ പേടിച്ച് കരയണം. ഇതാണ് 1-ാമത്തെ കവിത. 2-ാമത്തെ കവിത, കൃഷ്ണൻകുട്ടി നായർ എവിടുത്തെ നായരാണ്? കൃഷ്ണൻകുട്ടി നായർ എവിടുത്തെ നായരാണ്? സിനിമയിൽ നായികമാർ അയാൾക്കായി വട്ടം കൂടിയില്ല, മരങ്ങൾക്കിടയിലൂടെ ഒഴുകിയില്ല, കല്യാണം കഴിക്കാതെ കാത്തിരുന്നില്ല, തൻ്റെ ഇടം കാട്ടിയില്ല. വില്ലന്മാർ അയാളെ പേടിപ്പിച്ചിരുത്തി, കളിയാക്കി, കരയിച്ചു, നാടുപിടിച്ചു. ഒരടി കൊള്ളാനെങ്കിലും അയാളെ നേരെ നിർത്തിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. കുപ്പായമിട്ടാലും അയാളുടെ മെലിഞ്ഞ ശരീരം ജയിലു ചാടി ചിരിപ്പിച്ചു. ആണുങ്ങൾ കൂടുതൽ മെലിഞ്ഞാൽ ഒരു കോമാളിയിൽ കൂടുതൽ ഒന്നുമല്ലെന്ന് അച്ഛനും കൊച്ചച്ഛനും അപ്പച്ചനും കാരണവനും അയൽക്കാരനുമായി വന്ന് നയം വ്യക്തമാക്കി. എന്തെങ്കിലും തിന്ന് തടിച്ചു കൊഴുക്കണേ എന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു. എൻ എൽ ബാലകൃഷ്ണന്റെ ഫോട്ടോ വാൾ പോസ്റ്റർ ആക്കി, കവിയൂർ പൊന്നമ്മയെ സ്റ്റാറ്റസ് ആക്കി, KPC ലളിതയെ പ്രൊഫൈൽ പിക്കാക്കി, ഒരു ധൈര്യത്തിന് ഫിലോമിനയെ അഡ്മിനാക്കി. സങ്കടം വന്ന് അയാൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ദ്രൻസ് ആരുടെ കുട്ടിയാണ്? സങ്കടം വന്ന് അയാൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ദ്രൻസ് ആരുടെ കുട്ടിയാണ്? ഇറച്ചിക്കുറവുള്ളവരുടെ കരച്ചിൽ എത്ര പെട്ടെന്നാണ് എല്ലിൽ കുത്തിപ്പൊന്തുന്നത്. നന്ദി, നമസ്കാരം.